Hi students, welcome back to Social Science Classroom. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 10ാമത്തെ ചാപ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? 9ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? മെഡീവൽ കേരള. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ 10ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെമോക്രസി ആൻഡ് റൈറ്റ്. ഡെമോക്രസി ആൻഡ് റൈറ്റ്സ്, ജനാധിപത്യവും അവകാശവും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ഓക്കെ, ആദ്യം തന്നെ ചാപ്റ്ററിൻ്റെ പ്രിഫേഴ്സായിട്ട് നെൽസൺ മണ്ടേലയുടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നെൽസൺ മണ്ടേല ആരായിരുന്നു എന്നറിയില്ലേ? ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ദീർഘകാലം ജയിൽവാസം അനുഭവിച്ച ഒരു നേതാവായിരുന്നു ആര്? നെൽസൺ മണ്ടേല. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ നമുക്കത് വായിച്ച് നോക്കാം. ഐ ഹാവ് ഓൾവേസ് ഫോട്ട് അഗെയിൻസ്റ്റ് വൈറ്റ് ഡൊമിനേഷൻ. ഞാൻ എപ്പോഴും വെള്ളക്കാരുടെ ആധിപത്യത്തിനെതിരെ പോരാടിയിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ഫോട്ട് അഗെയിൻസ്റ്റ് ബ്ലാക്ക് ഡൊമിനേഷൻ. അതേസമയം ഞാൻ കറുത്ത വർഗ്ഗക്കാരുടെ ആധിപത്യത്തിനെതിരെയും പോരാടിയിട്ടുണ്ട്. വെള്ളക്കാരുടെ ആധിപത്യത്തിനെതിരെയും കറുത്ത വർഗ്ഗക്കാരുടെ ആധിപത്യത്തിനെതിരെയും ആര് പോരാടിയിട്ടുണ്ട്? നെൽസൺ മണ്ടേല പോരാടിയിട്ടുണ്ട്. I have cherished the ideal of democratic and free society in which all persons live together in harmony and with equal opportunities. എല്ലാ ജനങ്ങളും സൗഹാർദ്ദത്തോടും തുല്യ അവസരത്തോടും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹമാണ് എൻ്റെ ആശയത്തിലുള്ള സമൂഹം. അപ്പോൾ ആ ഒരു ജനാധിപത്യ സമൂഹം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ഐഡിയൽ വിച്ച് ഐ ഹോപ്പ് ടു ലിവ് ഫോർ ആൻഡ് ടു അച്ചീവ്. ജനങ്ങൾക്ക് ജീവിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഏറ്റവും നല്ല ഒരു രീതി ജനാധിപത്യ രീതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ഓഫ് അസ് വിൽ ബി ഈക്വൽ ഇൻ ഡെമോക്രസി. ജനാധിപത്യത്തിൽ നമ്മളെല്ലാവരും തുല്യരാണ്. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്ത്? ജനാധിപത്യ രീതിക്ക് വേണ്ടിയിട്ടാണ് ആര് നിലകൊണ്ടിട്ടുള്ളത്? നെൽസൺ മണ്ടേല നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പോരാടുമ്പോഴും കറുത്ത വർഗ്ഗക്കാരുടെ ആധിപത്യത്തെ അദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ അടിയിലുള്ളത് വായിച്ച് നോക്കാം നമുക്ക്. ദസ് ആർ ദ വേർഡ്സ് ഓഫ് നെൽസൺ മണ്ടേല ഹു ഫോട്ട് അഗെയിൻസ്റ്റ് ദ ആൻറ്റി ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇൻ സൗത്ത് ആഫ്രിക്ക. എന്താണ്? സൗത്ത് ആഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധമായ ഗവൺമെൻറ്റിനെതിരെ ആര് നടത്തിയിട്ടുള്ള പോരാട്ടമാണ്? നെൽസൺ മണ്ടേല പോരാട്ടം നടത്തിയ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിത്. ആഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധമായ ഗവൺമെൻറ്റുകൾക്കെതിരെ പോരാട്ടം നടത്തിയ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് സ്റ്റേറ്റ് വാസ് ഹി ഫൈറ്റിംഗ് ഫോർ? ഏതു തരത്തിലുള്ള ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയിട്ടുള്ളത്? ഹി ഡ്രീംഡ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം വെർ എവറി വൺ ഈസ് കൺസിഡേർഡ് ഈക്വൽ. എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. റെഡിയല്ലേ? ഇൻ ഏർലിയർ ക്ലാസ്സസ് യു ഹാവ് ലേൺഡ് അബൌട്ട് ഡെമോക്രസി. പഴയ ക്ലാസ്സുകളിലെ താഴെ ക്ലാസ്സുകളിൽ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങളുടെ മുൻ ക്ലാസ്സുകളിൽ മാത്രമല്ല അല്ലാതെയും നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹിസ്റ്ററി ടീച്ചസ് ദാറ്റ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഹാവ് സ്പ്രങ് അപ്പ് വേർ എവർ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എക്സിസ്റ്റഡ്. ചരിത്രം നമ്മളോട് പറയുന്നത് എന്താണ്? ചരിത്രം നമ്മോട് പറയുന്നത് എവിടെ ജനാധിപത്യ വിരുദ്ധമായ സർക്കാരുണ്ടോ അവിടെയെല്ലാം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ചരിത്രം പരിശോധിച്ചാൽ എവിടെയെല്ലാം ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ്റുകൾ നിലനിന്നിരുന്നോ അവിടെയൊക്കെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗിവൺ ബിലോ ഈസ് എ റിമാർക്കബിൾ എക്സാമ്പിൾ ഫോർ ദ സ്ട്രഗിൾ ഓഫ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. താഴെ അതിന് ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തിനുള്ളതാണ്? സ്ട്രഗിൾ ഫോർ എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ജനാധിപത്യ രീതിയിലുള്ള സർക്കാരുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ചില സ്ട്രഗിളുകൾ അഥവാ സമരങ്ങൾക്കുള്ള ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ്.
അതിലേക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, വേറെ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഒന്ന് കൊടുത്തത് ഏതാണ്? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ അല്ലേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. പൂർണ്ണമായിട്ടും എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ഏകാധിപത്യം അവസാനിപ്പിച്ച് ജനാധിപത്യം കൊണ്ടുവരാനുള്ള സമരമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. അതുപോലെ വേറെയും കുറേ സമരങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അത്തരം സമരങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ അതവിടെ ഫില്ല് ചെയ്യണം. വേറെ ഏതൊക്കെ ഉദാഹരണങ്ങൾ കിട്ടും? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമുണ്ട് അല്ലേ, അതുപോലെ ചൈനീസ് റവല്യൂഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ട് ആ ബാക്കി പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ നെൽസൺ മണ്ടേലയെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാം. നെൽസൺ മണ്ടേല വാസ് ബോൺ ഓൺ 18 July 1918 ഇൻ ട്രാൻസ്കേ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്കേ എന്ന സ്ഥലത്ത് 1918 ജൂലൈ 18 ആര് ജനിച്ചിട്ടുള്ളത്? നെൽസൺ മണ്ടേല ജനിച്ചിട്ടുള്ളത്. ഹി ബിലോങ്ഡ് ടു ദ കസോസ ട്രൈബ്. അദ്ദേഹം കസോസ ട്രൈബിൽപ്പെട്ട ഒരാളായിരുന്നു. ഹി ഫോട്ട് ഫോർ ദ റൈറ്റ് ഓഫ് ബ്ലാക്ക്. അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത്. ഹു കോൺസ്റ്റിറ്റ്യൂട്ട് 80% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ആകെ ജനസംഖ്യയുടെ 80% വരുന്ന കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആര് പോരാടിയിരുന്നത്? നെൽസൺ മണ്ടേല പോരാടിയിരുന്നത്. ഹി വാസ് ദ ലീഡർ ഓഫ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ആഫ്രിക്കയിലുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു ഇത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ നേതാവായിരുന്നു നെൽസൺ മണ്ടേല. ഹി വാസ് അക്യൂസ്ഡ് ഫോർ എ ട്രീസൺ ആൻഡ് വാസ് കെപ്റ്റ് ഇംപ്രിസൺഡ് ഫോർ 26 years 7 months and 10 days. അദ്ദേഹം കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പോരാടി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയുണ്ടായി. എത്ര ദിവസം? 26 years, 26 വർഷവും 7 മാസവും 10 ദിവസവും അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. ഒരു ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം എവിടെ ചിലവഴിച്ചു? ജയിലിൽ ചിലവഴിച്ചു. എത്രയുണ്ട്? 26 വർഷം 7 മാസം 10 ദിവസം അദ്ദേഹം ജയിലിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. റിലീസ്ഡ് ഓൺ 11th February 1990. 1990 ഫെബ്രുവരി 11 അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കിയത്. ഹി ബിക്കേം ദ പ്രസിഡൻറ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. അതിനുശേഷം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായി ഓൺ 10th May 1994. 1994 90 ജയിൽ മോചിതനായതിനു ശേഷം 1994 അദ്ദേഹം ആഫ്രിക്കയുടെ പ്രസിഡൻ്റായി. ഹി ഡൈഡ് ഓൺ 5th December 2013. 2013 ഡിസംബർ 5 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അറ്റ് ദ ഏജ് ഓഫ് 95. 95-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ശബ്ദിച്ച, പോരാടിയ ധീരനായ ഒരു നേതാവായിരുന്നു നെൽസൺ മണ്ടേല. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ശബ്ദിച്ചു എന്നതിൻ്റെ പേരിൽ 26 വർഷക്കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം പിന്നീട് ആഫ്രിക്കയുടെ പ്രസിഡൻ്റായി. എന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്? 2013 ഡിസംബറിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ വായിച്ചു നോക്കാം. While democratic system is widely accepted, non-democratic government also exist in different countries. ജനാധിപത്യ രീതി ലോകവ്യാപകമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജനാധിപത്യ വിരുദ്ധമായ ഗവൺമെൻറ്റുകൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. ജനാധിപത്യമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സിസ്റ്റം. എങ്കിലും ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലല്ലാത്ത ഗവൺമെൻറ്റുകളും ലോകത്തിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. വാട്ട് ഫീച്ചേഴ്സ് ഡിസ്റ്റിങ്വിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഫ്രം അതർ ഫോം ഓഫ് ഗവൺമെൻറ്? എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഇതര ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് ടുഡേ? ഇന്ന് ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള ഗവൺമെൻറ്റുകളാണ് നിലനിൽക്കുന്നത്? ഒബ്സർവ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൻ ബിലോ. താഴെയുള്ള കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് പരിശോധിക്കുക. എന്താണ് ഫസ്റ്റത്തെ ന്യൂസ് ഹെഡ്ലൈൻസ്? കിങ് ഓഫ് ഭൂട്ടാൻ അറൈവ്സ് ഫോർ എ 4-day വിസിറ്റ്. ഭൂട്ടാനിലെ രാജാവ് 4 ദിവസത്തെ വിസിറ്റിങ്ങിന് വരുന്നുണ്ട്. നിധി ആയോഗ് വിൽ റീപ്ലേസ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ. പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിധി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നു. ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് പറഞ്ഞിട്ടുള്ളത്, പ്രധാനമന്ത്രിയാണ്. സ്ട്രോങ്
പ്രൊട്ടസ്റ്റ് ബൈ ഡെമോക്രാറ്റ് അഗെയിൻസ്റ്റ് മിലിറ്ററി റൂൾ ഇൻ മ്യാൻമർ. മ്യാൻമറിലെ പട്ടാള ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. ബ്രൂണൈ സുൽത്താൻ വിൽ ഡിക്ലെയർ ഹിസ് സക്സസർ ടുഡേ. ബ്രൂണൈ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ ഇന്ന് തീരുമാനിച്ചു. ഇതൊക്കെ ഓരോ പത്ര കട്ടിങ്ങുകളാണ്, പത്രവാർത്തകളാണ്. അതിലും നമുക്ക് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഗവൺമെൻറ്റുകളെക്കുറിച്ച് ഒരു ധാരണ കിട്ടും അല്ലേ. ഭൂട്ടാനിൽ എന്താണ്? കിങ് ഓഫ് ഭൂട്ടാൻ, ഭൂട്ടാൻ രാജാവാണ്. ദെൻ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററാണ്, പ്രധാനമന്ത്രിയാണ് അല്ലേ. മ്യാൻമറിൽ പട്ടാള ഭരണമാണ്, മിലിറ്ററി പവറാണ്. ബ്രൂണൈയിൽ സുൽത്താനേറ്റാണ്, സുൽത്താൻ ഭരണമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ഭരണരീതികൾ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ലെറ്റ് us arrange the countries and government mentioned in the news headlines as follows. ഓക്കെ, ഈ ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കിയിട്ട് നമുക്ക് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഗവൺമെൻറ് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കിട്ടും. നോക്കാം, നമുക്ക് എവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഭൂട്ടാനിൽ ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ഭരണഘടനാപരമായി തന്നെ നിലനിൽക്കുന്ന മൊണാർക്കി, ഏകാധിപത്യമാണ്, രാജഭരണമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. ബ്രൂണൈയിൽ സുൽത്താൻ ഭരണമാണ് നിലനിൽക്കുന്നത്. മ്യാൻമറിൽ മിലിറ്ററി ഭരണമാണ് നിലനിൽക്കുന്നത്. അത് ആ പത്രകട്ടിങ്ങളിൽ നിന്ന് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഗവൺമെൻറ് രീതികളെക്കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടും അല്ലേ. ആഡ് മോർ കൺട്രീസ് ആൻഡ് റെസ്പെക്റ്റീവ് ഫോം ഓഫ് ഗവൺമെൻറ് ടു ദ ലിസ്റ്റ്. ഇനി കൂടുതൽ രാജ്യങ്ങളുടെ പേര് നമ്മൾ എഴുതുക, എന്നിട്ട് അവിടെയുള്ള ഗവൺമെൻറ് സിസ്റ്റം ഏതാണ് എന്നതിൻ്റെ നേർക്ക് നമ്മൾ എഴുതുക. അപ്പോൾ ഓരോ രാജ്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓരോ സിസ്റ്റം കിട്ടും. ഇപ്പോൾ ജനാധിപത്യത്തിൽ തന്നെ പലതരത്തിലുള്ള, ഇപ്പോൾ അമേരിക്ക എഴുതിയാൽ പ്രസിഡൻഷ്യൽ ഡെമോക്രസിയാണ് കിട്ടുക. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പാർലമെൻ്ററി ഡെമോക്രസിയാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഗവൺമെൻറ് രൂപങ്ങളെക്കുറിച്ച് നമുക്കിതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഈ ലിസ്റ്റ് കുറച്ചും കൂടെ വൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കുക, അതിന് താഴെ എന്താ എഴുതിയെന്ന് വായിച്ചൊക്കെ നോക്കുക. വാട്ട് ആർ ദ ഡിഫറൻസ് എമംഗ് ദ ഫോംസ് ഓഫ് ഗവൺമെൻറ് ലിസ്റ്റഡ് എബവ്. മുകളിൽ കൊടുത്തിരിക്കുന്ന വിവിധ തരം ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ദ കിങ് ഓഫ് ഭൂട്ടാൻ ആൻഡ് ദ സുൽത്താൻ ഓഫ് ബ്രൂണൈ ഇൻഹെറിറ്റഡ് പവർ. ഭൂട്ടാനിലെ രാജാവും അതുപോലെ തന്നെ ബ്രൂണൈ സുൽത്താനുമൊക്കെ എന്താണ്? അധികാരം തൻ്റെ പിൻഗാമികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ദസ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഗവൺമെൻറ്റിന് ഒരു ഉദാഹരണമാണ്. മിലിറ്ററി ഗവൺമെൻറ് ഈസ് ആൾസോ ഫോം നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. മിലിറ്ററി ഗവൺമെൻറ് പട്ടാള ഭരണമാണെങ്കിലും അവിടെ എന്താണ്? ജനാധിപത്യ വിരുദ്ധമായ ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത്. എ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് ഫോംഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഹു എസ്റ്റാബ്ലിഷ്ഡ് പവർ ആൻഡ് റൂൾ ദ കൺട്രി ആക്ട്സ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ ഇൻട്രസ്റ്റ്. ഒരു ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചില വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ചേർന്ന് ഉണ്ടാക്കുന്ന ഗവൺമെൻറ്റാണ്. അവിടെ അധികാരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ രൂപീകരിക്കുന്ന ആളുകളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അധികാരങ്ങളെ കൈയാളുന്നത്. ഓക്കെ, യു ആർ അവെയറബിൾ ദാറ്റ് ഇന്ത്യ ഹാസ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. നിങ്ങൾക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലേ. ജനാധിപത്യ രാജ്യം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. എ ഗവൺമെൻറ് ഫോംഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പീപ്പിൾ ഇസ് കോൾഡ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ജനങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ നമ്മൾ എന്താ പറയുക? ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്നാണ് പറയുക. ജനങ്ങളുടെ പ്രതിനിധികൾ ചേർന്നിട്ടാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിനെ നമ്മൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്നാണ് പറയുക. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയാണ് അല്ലേ. നമ്മുടെ പ്രതിനിധിയെ നമ്മൾ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ ഒരു പ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുത്തേക്കും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ, നമ്മുടെ മണ്ഡലത്തിൽ നിന്നൊരു പ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുക്കും. ആ പ്രതിനിധികൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. ദെൻ അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പട്ടിക നോക്കിയിട്ട് ജനാധിപത്യ ഗവൺമെൻറ്റുകളും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. 2 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് കോളത്തിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, സെക്കൻഡ് കോളത്തിൽ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത? എന്താണ്? ഗവൺമെൻറ് ഫോംഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്നാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. നോൺ ഡെമോക്രാറ്റിക്കിലാണെങ്കിലോ പവർ ഈസ് പാസ്ഡ് ഓൺ ഹെറിഡിറ്ററി ഓർ ഈസ് ക്യാപ്ചേർഡ്. അധികാരം
അനന്തരാവകാശികൾക്ക് കൈമാറുകയോ അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ പിടിച്ചടക്കുകയോ ആണ് ചെയ്യുന്നത്. ദെൻ ഡെമോക്രാറ്റിക്കിലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലീഗലി എൻഷ്യൂർഡ്. ജനങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ എന്തുണ്ട്, ലീഗലി എൻഷ്യൂർഡാണ്, നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണ്. ദെൻ ഇപ്പോഴത്താണെങ്കിലോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലിമിറ്റഡ്. ജനങ്ങളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവുമൊക്കെ ലിമിറ്റഡ് ആയിരിക്കും, പരിമിതിയുള്ളതാണ്. ദെൻ ഡെമോക്രാറ്റിക് ആണെങ്കിൽ റൂളേഴ്സ് ആർ സബ്ജക്റ്റ് ടു ലോ. ഭരണാധികാരികൾ നിയമത്തിന് വിധേയമായിരിക്കും ജനാധിപത്യ ഗവൺമെൻറ്റിൽ. എന്നാൽ നോൺ ഡെമോക്രാറ്റിക് ആണെങ്കിലോ റൂളേഴ്സ് ഈസ് സുപ്പീരിയർ ടു ലോ. അവർ നിയമത്തിന് മുകളിലായിരിക്കും. ബിക്കോസ് ദ ലോ ഈസ് ഡിസൈഡഡ് ബൈ ഹിം. കാരണം അവിടെ നിയമം തയ്യാറാക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമത്തിന് മുകളിലായിരിക്കും. അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ജനാധിപത്യ ഗവൺമെൻറ്റിലാണെങ്കിൽ അവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഭരണം നടത്തുന്നത്. അവിടെ ആളുകൾക്ക് എന്തുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളും ഒക്കെ നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരികൾ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടതാണ്. നോൺ ഡെമോക്രാറ്റിക് ആണെങ്കിലോ അധികാരം ഒന്നെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടോ അതല്ലെങ്കിൽ യുദ്ധത്തിലൂടെയൊക്കെ പിടിച്ചെടുക്കുന്നതാണ്. അവിടെ അഭിപ്രായം പറയാനോ അതല്ലെങ്കിൽ മറ്റു അവകാശങ്ങളോ ഒക്കെ ലിമിറ്റഡ് ആണ്. ദെൻ ഭരണാധികാരികൾ സുപ്പീരിയർ ടു ലോ ആണ്, അവർ നിയമത്തിന് മുകളിലാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്താ മേക്ക് എ നോട്ട് കമ്പയറിങ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഫീച്ചേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ തയ്യാറാക്കാനാണ്. ദെൻ യു ഹാവ് ലേൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. നിങ്ങൾ ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളുടെയും പ്രത്യേകതകൾ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞു. മെജോറിറ്റി ഓഫ് നേഷൻ ഹാവ് അഡോപ്റ്റഡ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം. കൂടുതൽ രാജ്യങ്ങളും ജനാധിപത്യ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദിസ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ മെറിറ്റ് ഓഫ് ഡെമോക്രസി കമ്പയർഡ് ടു ദ അതർ ഫോം ഓഫ് ഗവൺമെൻറ്. അതെന്തുകൊണ്ടാണ്? മറ്റു ഏതൊരു സിസ്റ്റമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴും കൂടുതൽ എന്തായിട്ടുള്ളത്, മെറിറ്റായിട്ടുള്ളത്, കൂടുതൽ നന്മയുള്ളത് ഏതിലാണ്? ജനാധിപത്യ രീതിയിലാണ്. മറ്റ് ഏതു രീതി, രാജഭരണമാണെങ്കിലും സുൽത്താനേറ്റ് ഭരണമാണെങ്കിലും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സിസ്റ്റം ഏതാണ്? ജനാധിപത്യ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് കൂടുതൽ രാജ്യങ്ങളും ഏത് തിരഞ്ഞെടുത്തിട്ടുള്ളത്? ജനാധിപത്യ രീതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സ്, അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ്? റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കും, മാനിക്കും. പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കും. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്ട് ടു ദ സെയിം ലോ. ജനങ്ങളും ഭരണാധികാരികളും ഒക്കെ നിയമത്തിന് വിധേയമായിരിക്കും. റൂളേഴ്സ് ആർ ഇൻ ഡെപ്റ്റ് ടു ദ പീപ്പിൾ. ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളായിരിക്കും. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. എന്താണ്? റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ. അവിടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. റൂളേഴ്സ് ആൻഡ് പീപ്പിൾ. ജനങ്ങളും ഭരണാധികാരികളും സബ്ജക്ട് ടു ലോ. അത് നിയമത്തിന് വിധേയമായിരിക്കും. റൂളേഴ്സ് ആർ ഇൻ ഡെപ്റ്റ് ടു ദ പീപ്പിൾ. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടവരായിരിക്കും. ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്, അതുകൊണ്ട് തന്നെ ജനങ്ങളോട് കടപ്പെട്ടവരാണ്. ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് കൺട്രി ഡു യു പ്രിഫർ ടു ലിവ് ഇൻ? ഗിവ് റീസൺ. ഏത് തരത്തിലുള്ള രാജ്യത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള രാജ്യത്താണ് ജീവിക്കാൻ ആഗ്രഹം? രാജഭരണം നിലനിൽക്കുന്ന രാജ്യത്താണോ അതല്ല ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യത്താണോ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹം? ഏതാണെങ്കിലും നിങ്ങൾ അതിൻ്റെ കാരണം ഏതാണ്? ഗിവ് റീസൺ. എന്തുകൊണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് രാജഭരണം നിലനിൽക്കുന്ന രാജ്യത്താണ് നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് എഴുതണം. ജനാധിപത്യ രാജ്യത്താണ് നിങ്ങൾക്ക്
ജീവിക്കാനുള്ള താല്പര്യം എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് എഴുതണം. ഓക്കെ, ദെൻ നോക്കാം. നൗ യു ആർ ഫെമിലിയർ വിത്ത് ദി ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ഇപ്പം നിങ്ങൾക്ക് ജനാധിപത്യ ഗവൺമെൻറ്റുകളും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളും നിങ്ങൾക്കിപ്പോൾ ഫെമിലിയർ ആയിക്കഴിഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എക്സാമിൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആൻഡ് ഗിവ് ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദി ഡെമോക്രാറ്റിക് ആൻഡ് ക്രോസ് മാർക്ക് അഗെയിൻസ്റ്റ് ദി റിലേറ്റഡ് ടു ദി നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. താഴെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ജനാധിപത്യ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് ഇടണം. ജനാധിപത്യ ഗവൺമെൻറ്റുമായിട്ടല്ല, അത് നോൺ ഡെമോക്രാറ്റിക് ഫോമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ഇടണം. ഓക്കെ, ദെൻ എലക്ഷൻ ആർ ഹെൽഡ് പീരിയോഡിക്കലി. എലക്ഷൻ ആർ ഹെൽഡ് പീരിയോഡിക്കലി. ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അത് ഏതിലായിരിക്കും? ജനാധിപത്യത്തിലാണോ അതല്ല ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിലാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ജനാധിപത്യത്തിലാണ് അല്ലേ? അപ്പോൾ അത് ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ഇടണം. ദെൻ പവർ പാസ്ഡ് ഓൺ ഹെറിഡിറ്ററി. അധികാരം പാരമ്പര്യമായിട്ട് കൈമാറുന്നതാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ മക്കൾക്ക് അധികാരം കൈമാറുന്നത്. അത് ഏതിൻ്റെ പ്രത്യേകതയാണ്? നോൺ ഡെമോക്രാറ്റിക് ആണ്. അപ്പോൾ ക്രോസ് മാർക്ക് ഇടണം. റൂൾ ഓഫ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ്. ജനങ്ങളുടെ പ്രതിനിധികൾ ഭരിക്കുന്നത് ഏതാണ്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റാണ്. റൂൾ ഓഫ് കിങ്, സുൽത്താൻ ഓർ മിലിറ്ററി ചീഫ്. രാജാവ് അല്ലെങ്കിൽ സുൽത്താൻ അല്ലെങ്കിൽ മിലിറ്ററി ചീഫ് ഒക്കെ ഭരിക്കുന്നതാണെങ്കിൽ നോൺ ഡെമോക്രാറ്റിക്. ഇൻഡിവിജ്വൽ ഫ്രീഡം പ്രിവെയിൽ. ജനങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് ജനാധിപത്യത്തിലാണ്. കൺട്രോൾ ഓവർ കോർട്ട്. കോടതികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? നോൺ ഡെമോക്രാറ്റിക് ആണ്. റെസ്പെക്ട് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജന അഭിപ്രായത്തെ മാനിക്കുന്നത് ഡെമോക്രാറ്റിക് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ക്രോസ് മാർക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ the most prominent factor that differentiates democratic government from non-democratic government is right they ensure. ജനാധിപത്യ ഗവൺമെൻറ്റുകളെയും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവർ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളാണ്. ജനങ്ങൾക്ക് എത്രത്തോളം അവകാശങ്ങൾ നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് രീതികളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. For ensuring a democratic life of citizen, it is essential that their rights are protected. ഒരു ജനാധിപത്യ രീതിയിൽ ജനങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവകാശങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള അവകാശം വേണം, നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, അത് പ്രോപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ നമുക്ക് വരുമാനം നേടാനുള്ള അവകാശം, നമുക്ക് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അല്ലേ, നമുക്ക് ഭൂമി ഏറ്റെടുക്കാനുള്ള അവകാശം, അങ്ങനെ പലതരത്തിലുള്ള അവകാശങ്ങൾ നമുക്കുണ്ട്. ആ അവകാശങ്ങളൊക്കെ നമുക്ക് നിലനിൽക്കേണ്ടതുണ്ട്. ജനാധിപത്യ രാജ്യത്തിലാണത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. ഫോളോയിങ് ആർ ദ സം ഓഫ് ദ റൈറ്റ് എൻഷുർഡ് ബൈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകുന്ന ചില അവകാശങ്ങളെക്കുറിച്ച് താഴെ പറയുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായ അവകാശങ്ങളാണ്. ഡു ദ പീപ്പിൾ ഇൻ ഓൾ കൺട്രീസ് ഓഫ് ദി വേൾഡ് എൻജോയ് ദിസ് റൈറ്റ്? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവിടെയുള്ള ജനങ്ങൾക്ക് ഈ അവകാശങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? എല്ലാ രാജ്യങ്ങളിലും ഉണ്ടോ? അല്ലേ? ഇപ്പോൾ രാജഭരണം നിലനിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റില്ല. അവിടെ സംഘടനകൾ ഉണ്ടാക്കി പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അത്തരം അവകാശങ്ങളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. The right of people are effectively protected only in democratic countries. After the block given below. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ജനാധിപത്യ സംവിധാനങ്ങളിൽ മാത്രമാണ്. താഴെ ഒരു ബ്ലോഗ് ഉണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. എന്താ നോക്കാം. I no longer dream about touring Spain, learning guitar. All I know long for his to stay alive. He is to live without suppression, freely and in peace. I have never known it.
ഈസ് ഇറ്റ് സച്ച് ബ്യൂട്ടിഫുൾ ഫീലിംഗ്? അല്ലേ? ആരാണ് തന്നിട്ടുള്ളത്? ഒരു ഫലസ്തീനി പെൺകുട്ടി, 16 വയസ്സുള്ള ഒരു ഫലസ്തീനി പെൺകുട്ടിയുടെ ബ്ലോഗാണിത്, അല്ലേ? ആ കുട്ടിയുടെ പേരെന്താണ്? ഫറ ബേക്കർ. ഫറ ബേക്കർ എന്നാണ് ആ കുട്ടിയുടെ പേര്. എന്താണ് എഴുതിയിട്ടുള്ളത്? ഐ നോ ലോങ്ങർ ഡ്രീം അബൌട്ട് ടൂറിങ് സ്പെയിൻ. ഞാൻ സ്പെയിനിലേക്ക് ടൂർ പോകാനോ ലേണിംഗ് ഗിറ്റാർ പഠിക്കാനോ ഒന്നും ഞാനിപ്പോൾ സ്വപ്നം കാണുന്നില്ല. ഓൾ ഐ നൗ ലോങ് ഫോർ ഈസ് ടു സ്റ്റേ അലൈവ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ച് മാത്രമാണ്? എങ്ങനെ ജീവൻ നിലനിർത്താം, എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഹൗ ഈസ് ടു ലൈവ് വിത്തൗട്ട് സെപ്പറേഷൻ. അടിച്ചമർത്തലില്ലാത്ത ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാം? ഫ്രീലി ആൻഡ് ഇൻ പീസ്. സമാധാനത്തോടു കൂടി, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതല്ലാതെ ടൂർ പോകുന്നതിനെക്കുറിച്ചോ ഗിറ്റാർ പഠിക്കുന്നതിനെക്കുറിച്ചോ ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഹാവ് നെവർ നോൺ ഇറ്റ്. എനിക്ക് ഇതുവരെ അത് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അത് മനോഹരമായ ഒരു ഫീലിംഗ് ആണ്. അടിച്ചമർത്തലുകളില്ലാതെ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും മനോഹരമായ സ്വപ്നമാണ് എന്നാണ് പറയുന്നത്. Thus are the words of 16-year-old Palestinian girl doomed to live in a war-torn country since her birth. ജനിച്ചത് മുതൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തിൽ ജനിച്ച 16 വയസ്സുകാരിയായ ഒരു ഫലസ്തീനി പെൺകുട്ടിയുടെ വാക്കുകളാണിത്. ആ കുട്ടി ജനിച്ച അന്ന് തൊട്ട് അവിടെ യുദ്ധമാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിലൂടെ ബോംബർ വിമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഭയപ്പാടോടു കൂടി ആണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാർ ഹാസ് ഷട്ടേർഡ് ഓൾ ദ ഡ്രീംസ്. യുദ്ധം അവരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഷട്ടർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഹോബ്സ് ഓഫ് ഫറ ബേക്കർ. ഫറ ബേക്കറിൻ്റെ ഹോബ്സിനും അവരുടെ താല്പര്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ യുദ്ധം ഷട്ടർ ഇട്ടിട്ടുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ഫറയെ പോലെ വേറെയും ഒരുപാട് ആളുകളുണ്ട്. ലിവിങ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. who do not know what peace. അവർക്ക് സമാധാനം എന്താണെന്ന് അറിയില്ല. ഫ്രീഡം, സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയില്ല. ആൻഡ് റൈറ്റ് മീൻസ് അവകാശം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയില്ല. ലോകത്ത് പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വംശീയ വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നുമുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം എന്താണെന്നറിയില്ല, അവരുടെ അവകാശങ്ങൾ എന്താണെന്നറിയില്ല, സമാധാനം എന്താണെന്നൊന്നും അവരറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. വാട്ട് ടു റൈറ്റ് മീൻ? അവകാശം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? റൈറ്റ്സ് ആർ ദസ് കണ്ടീഷൻസ് ടു ബി എൻഷ്യൂർഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി ഫോർ ദ ബെറ്റർ ലൈഫ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇറ്റ്സ് സിറ്റിസൻസ് ടു ഡെവലപ്പ് ദിയർ ടാലൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽസ്. ഒരു രാജ്യം, ആ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് റൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ആർ ദോസ് കണ്ടീഷൻസ്. അതൊരു പ്രത്യേക സാഹചര്യമാണ്. ടു ബി എൻഷ്യൂർഡ്, അത് ഉറപ്പ് നൽകുന്നുണ്ട്. ബൈ ദ സ്റ്റേറ്റ് വഴിയാണ് അത് ഉറപ്പ് നൽകുന്നത്. ആൻഡ് ദ സൊസൈറ്റി, സമൂഹം വഴിയാണ് അത് ഉറപ്പ് നൽകുന്നത്. സ്റ്റേറ്റ് അല്ലെങ്കിൽ സമൂഹം വഴി ഉറപ്പ് നൽകുന്നുണ്ട്. ഫോർ ദ ബെറ്റർ ലൈഫ്, നല്ല ജീവിതത്തിന്. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അവസരത്തിന്. ഫോർ ഇറ്റ്സ് സിറ്റിസൺ, രാജ്യത്തെ ജനങ്ങൾക്ക്. ടു ഡെവലപ്പ്, അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ. ദെയർ ടാലൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകളും അവരുടെ ടാലൻറ്റുകളും ഒക്കെ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു അവസരം അത് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്, അത് നമുക്ക് ഉറപ്പ് നൽകുക എന്നുള്ളത് തന്നെയാണ് എന്ത് റൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പാട്ട് പാടാൻ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പാട്ട് പാടാൻ അവസരങ്ങളില്ലെങ്കിൽ ആ ടാലൻറ്റ് വെറുതെ പോകുന്നില്ലേ? അപ്പോൾ അവസരങ്ങൾ ഉണ്ടാവുക, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുക എന്നുള്ളത് തന്നെയാണ് റൈറ്റ്. അപ്പോൾ പാട്ട് പാടാൻ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് റൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫലസ്തീനി പെൺകുട്ടിയുടെ ജനിച്ചത് മുതൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു അവകാശവും ലഭിക്കാതെ, പുറത്തിറങ്ങാൻ പോലും കഴിയാതെ കൂട്ടിലടക്കപ്പെട്ട ഫറ ബേക്കർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കുറിപ്പാണ്, ഒരു ബ്ലോഗാണ് കൊടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടി എന്താ പറയുന്നത്?
എൻ്റെ സ്വപ്നം സ്പെയിനിലേക്ക് ടൂറ് പോകുന്നതോ ഗിത്താർ പഠിക്കുന്നതോ അല്ല. സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നാണ് ആ കുട്ടി പറയുന്നത്. Then, government take necessary steps for the protection of right. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഫോർ ദിസ് എവറി കൺട്രി ഇൻകോർപ്പറേറ്റ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ് ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ രാജ്യങ്ങളും അവരുടെ ഭരണഘടനയിൽ ഒരുപാട് അവകാശങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ദിസ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ദ ബിൽ ഓഫ് റൈറ്റ്. ആ ലിസ്റ്റാണ് എന്തറിയപ്പെടുന്നത്? ബിൽ ഓഫ് റൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ബിൽ ഓഫ് റൈറ്റ് ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ നെയിം ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ ബിൽ ഓഫ് റൈറ്റ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവകാശങ്ങൾ ഉണ്ടാവണം, അല്ലേ? ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതും നിങ്ങളത് കേൾക്കുന്നതുമൊക്കെ നമുക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്, നമ്മൾ പാട്ട് പാടുന്നുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതിനുള്ളൊരു അവകാശം നമുക്കിവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ അവകാശം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യനും സമൂഹത്തിൽ ജീവിക്കുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ ഓരോ രാജ്യങ്ങളും അവരുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത്തരം 6 ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ 6 ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ.